കുഞ്ഞിക്കണ്ണൻ തങ്ങൾ പറഞ്ഞത് കേട്ടു എന്ന് മനസ്സിലാക്കിയ നമ്പൂതിരി മനഃപൂർവ്വം കുഞ്ഞിക്കണ്ണനോട് സ്നേഹം നടിക്കുന്നു. എന്നാൽ ആ സ്നേഹം കുഞ്ഞിക്കണ്ണൻ വിശ്വസിച്ചതേയില്ല. തന്റെ പെങ്ങളെയും അളിയനെയും ക്രൂരമായി വധിച്ച നമ്പൂതിരിയെയും അന്തർജനത്തെയും കൊല്ലുവാൻ കുഞ്ഞിക്കണ്ണൻ തീരുമാനിക്കുന്നു. ഇതിനായി പദ്ധതി തയ്യാറാക്കുന്നു. എന്നാൽ കുഞ്ഞിക്കണ്ണന്റെ മനസ്സിൽ എന്തോ ദുരുദ്ദേശമുണ്ടെന്ന് മനസ്സിലാക്കിയ നമ്പൂതിരി കുഞ്ഞിക്കണ്ണനുള്ള ഭക്ഷണത്തിൽ ഉറങ്ങുവാനുള്ള മരുന്ന് കലർത്തുവാൻ അന്തർജനത്തോട് ആവശ്യപ്പെടുന്നു. എന്നാൽ അവർക്ക് തന്നെ കൊല്ലാനുള്ള ദുരുദ്ദേശമുണ്ടെന്ന് മനസ്സിലാക്കിയ കുഞ്ഞിക്കണ്ണൻ അവരുടെ ക്രൂരത ഒരു പേപ്പറിൽ എഴുതി വെക്കുന്നു. കുഞ്ഞിക്കണ്ണൻ എന്തോ പേപ്പറിൽ എഴുതുന്നത് കണ്ട് നമ്പൂതിരി കുഞ്ഞിക്കണ്ണന്റെ അടുത്തേക്ക് വന്നു. ഇതിൽ സംശയം തോന്നിയ കുഞ്ഞിക്കണ്ണൻ ഈ കത്ത് ഗൗരി വായിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പേപ്പർ ചുരുട്ടി ഗൗരിയുടെ റൂമിലേക്ക് ഇടുന്നു. എന്നാൽ ഇതേ സമയം ഗൗരിക്കുട്ടി തന്റെ കൂട്ടുകാരിയുമായി ഇല്ലത്തേക്ക് വരുന്നു. കൂട്ടുകാരിയെ ഉമ്മറത്തിരുത്തി അലങ്കോലമായി കിടന്ന തന്റെ മുറി ഒതുക്കുവാനായി ഗൗരിക്കുട്ടി മുറിക്കകത്തേക്ക് കയറി. താൻ വായിച്ചു വെച്ച നോവലുകളെല്ലാം അടുക്കി വെക്കുന്നതിനിടയിൽ കട്ടിലിൽ കിടന്ന കുഞ്ഞിക്കണ്ണന്റെ കത്ത് ഒരു ബുക്കിനകത്തേക്ക് എടുത്തു വെക്കുന്നു. ഗൗരി പിന്നീട് പുറത്തിറങ്ങി കൂട്ടുകാരിയുമായി അല്പനേരം സംസാരിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഇതേ സമയം കുഞ്ഞിക്കണ്ണന് കൊടുക്കാനുള്ള ആഹാരത്തിൽ നമ്പൂതിരി വിഷം കലക്കുന്നു. എല്ലാവരും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.